ഒരു തിങ്കളാഴ്ച വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് വെറുതെ ഇരുന്ന് മടുത്തപ്പോൾ ബാനു അടുത്ത വീട്ടിൽ പോയി ഒരു പഴയ വാരിക വാങ്ങിക്കൊണ്ടുവന്നു. അതിലെ പേജുകൾ മറിച്ചു നോക്കി. രണ്ടു മൂന്ന് തുടർക്കഥകൾ. ആദ്യ ഭാഗങ്ങൾ വായിക്കാതെ ഇപ്പോൾ വായിച്ചതുകൊണ്ടെന്തു പ്രയോജനം? 1000 മോഹനപ്രതീക്ഷകളോടെ വിവാഹമണ്ഡപത്തിലേക്ക് കാലുകുത്തിയ പെൺകുട്ടി പുതുമോടി കഴിയും മുമ്പ് വിധവയായ അമ്മായിയമ്മയുടെ ആജന്മശത്രുവായിത്തീരുന്നു. ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞുണ്ടാക്കി ഭർത്താവിൽ നിന്നും അവളെ അകറ്റാനായി ആ സ്ത്രീ ഒരു ഭദ്രകാളിയായി മാറുന്നു. ജീവിതത്തിൽ പിടിച്ചുനിൽക്കാനാകാതെ അവൾ കുതിച്ചുവരുന്ന തീവണ്ടിയുടെ മുന്നിൽ സർവ്വദുഃഖങ്ങളും കാഴ്ചവെക്കുന്നു. ബാനു അറിയാതെ അവളുടെ മിഴികൾ ഈറനണിഞ്ഞു. വിവാഹമെന്ന സങ്കല്പം എത്രയോ അകലെ. സ്വർഗമാണെന്ന് വിചാരിച്ച് കാലുവെക്കുന്നത് കൊടുനരകത്തിലേക്കാണെന്നോ? എന്തിനാണ് ചില അമ്മായിയമ്മമാർ ഇങ്ങനെ ദുഷ്ടതയോടെ പെരുമാറുന്നത്? അവർക്ക് മരുമോളെ സ്വന്തമായി കാണുവാൻ എന്തിനിത്ര വിഷമം? ഇനി ഈ അമ്മയുടെ ജീവിതത്തിൽ ഈ വന്നുകയറുന്ന മരുമകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമല്ലേ ഉണ്ടാകേണ്ടത്? ബാനുവിന്റെ മനസ്സിൽ ആ ചോദ്യം നൃത്തം ചവിട്ടി. അവൾ തലേന്ന് അമ്മ പറഞ്ഞ കാര്യമോർത്തു. തങ്കപ്പൻ പറഞ്ഞു നമുക്ക് പറ്റിയ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ടെന്ന്. 1/2 ഏക്കർ പുരയിടവും ഇരിക്കാൻ ചെറിയൊരു വീടുമുണ്ട്. യാതൊരു പ്രാരാബ്ധങ്ങളുമില്ല. അമ്മയുടെ ഒറ്റ മോനാണത്രേ. ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ തെറ്റില്ലാത്തൊരു ജോലിയുമുണ്ടത്രേ. തങ്കച്ചൻ രാധകൊച്ചമ്മയുടെ വീട്ടിൽ സ്ഥിരം പണിക്കാരനാണ്. സ്നേഹിക്കാൻ അറിയാവുന്ന ഭാര്യയും മിടുക്കനായ ഒരു മകനുമുള്ള തങ്കച്ചൻ എപ്പോഴും സന്തോഷവാനാണ്. തങ്കച്ചൻ പലർക്കും കല്യാണം ശരിപ്പെടുത്തിക്കൊടുത്ത കാര്യവും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അയാളെ വലിയ വിശ്വാസമാണ്. നീ എന്താ മോളെ ഒന്നും പറയാത്തത്? ഞാൻ അച്ഛനോട് പറഞ്ഞോട്ടെ? മീനുവും അനിയന്മാരും അത്താഴം കഴിഞ്ഞ് എഴുന്നേറ്റ് പോയപ്പോൾ ഒന്നും പറയാതെ പ്ലേറ്റിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന മകളോട് നാണി ചോദിച്ചു. അച്ഛനോട് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്നറിയാം. എന്നാലും അമ്മ അച്ഛനോട് പറയാതെ ഒരു തീരുമാനവും എടുക്കാറില്ല. എനിക്കിപ്പോൾ ഒരു കല്യാണമല്ല വേണ്ടത്. ഒരു ജോലി കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്ന് അമ്മ നോക്കണം. ബാനു എഴുന്നേറ്റു. നിന്റെ കല്യാണം നടക്കുകയാണെങ്കിൽ പിന്നെ ജോലി ഒരു പ്രശ്നമല്ലല്ലോ. എനിക്ക് ആവശ്യം ഒരു ജോലിയാണെന്ന് പറഞ്ഞില്ലേ? മകളുടെ അഭിപ്രായത്തിന് മാറ്റമൊന്നുമില്ലെന്ന് മനസ്സിലായപ്പോൾ നാണി പിന്നീടൊന്നും പറഞ്ഞില്ല. 1.5 വർഷം കടന്നുപോയത് അറിഞ്ഞില്ല. വായനശാലയിൽ പോയി പുസ്തകങ്ങളും പേപ്പറുകളും കൊണ്ടുവന്ന് വായിച്ചു. സമയമുള്ളപ്പോൾ എല്ലാം തങ്കത്തിന്റെ വീട്ടിൽ പോയി അവളുടെ അമ്മയെ തയ്യലിൽ സഹായിക്കാനും അതോടൊപ്പം തയ്യൽ പഠിക്കാനും ബാനു ശ്രമിച്ചു. സ്വന്തമായി ഒരു തയ്യൽ മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ തനിക്കും വീട്ടിലിരുന്ന് അത്യാവശ്യം വല്ലതും സമ്പാദിക്കാൻ കഴിഞ്ഞേനെ എന്ന് അവൾ നിരാശയോടെ ഓർത്തു. ഒരു ദിവസം ഉച്ചയായപ്പോൾ ബാനു അടച്ചുവെച്ചിരുന്ന കഞ്ഞി എടുത്തു കുടിച്ച് കതക് പൂട്ടി വാരികയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. വാരിക അടുത്ത വീട്ടിൽ തിരിച്ചേൽപ്പിച്ച് തങ്കത്തിന്റെ വീട്ടിലേക്ക് നടന്നു. കുട്ടികൾ സ്കൂൾ വിട്ട് തിരിച്ചെത്തും മുമ്പേ കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങണം. സൗകര്യമുള്ളപ്പോൾ തങ്കത്തിന്റെ അമ്മയെ സഹായിക്കണം. അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് നടന്നത്. ഉച്ചവെയിൽ കാര്യമാക്കാതെ അവൾ കാലുകൾ നീട്ടിവെച്ചു. കൊച്ചമ്മയുടെ പടിക്കൽ കൂടിയാണ് കടന്നു പോകേണ്ടത്. പടിക്കലെത്തിയപ്പോൾ അമ്മയെ കണ്ടിട്ട് പോകാമെന്ന് കരുതി ബാനു ശബ്ദമുണ്ടാക്കാതെ ഗേറ്റ് തുറന്നു. പട്ടി കുരയ്ക്കുന്ന ശബ്ദം കേട്ട് രാധകൊച്ചമ്മ പുറത്തു വന്നു. പെട്ടെന്ന് ബാനുവിനെ കണ്ട് വിസ്മയത്തോടെ നോക്കി നിന്നു. ആരാണിത്? ബാനുവല്ലേ? നീയാകെ വളർന്നു പോയല്ലോടി. നിറം മങ്ങിയ ഹാഫ് സാരിയിൽ വീർപ്പുമുട്ടി നിൽക്കുന്ന താരുണ്യം കണ്ട് രാധ ശരിക്കും അമ്പരന്നു. പട്ടിണിയാണെങ്കിലും ദേവത ഇവളെ വേണ്ടത്ര കടാക്ഷിച്ചിട്ടുണ്ടല്ലോ, രാധ മനസ്സിൽ പറഞ്ഞു. ബാനുവിനെ അങ്ങനെയൊന്നും പുറത്തു കാണുന്നതല്ല. എന്തെങ്കിലും വിശേഷിച്ചു കാണും. നാണത്തിൽ പൊതിഞ്ഞ ഒരു പുഞ്ചിരി സമ്മാനിച്ചതോടെ അവൾ അമ്മയെക്കുറിച്ച് അന്വേഷിച്ചു. പാടത്തു പണിക്ക് ഇന്ന് ആള് കുറവായതിനാൽ നാണിയെയും അങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമുണ്ടോ അമ്മയെ അന്വേഷിക്കാൻ? രാധകൊച്ചമ്മയുടെ ചോദ്യം അവൾ പ്രതീക്ഷിച്ചതാണ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോകുകയാണ്. ഇതിലേ പോകുമ്പോൾ അമ്മയോടൊരു വാക്കു പറഞ്ഞു പോകാമെന്ന് കരുതി. അത്രയേ ഉള്ളൂ. തിരിഞ്ഞു നടക്കാൻ ഭാവിക്കുമ്പോൾ ബാനു പറഞ്ഞു.
ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടാൻ തുടങ്ങിയിരുന്നു. എന്തോ ഓർത്തിട്ടെന്ന പോലെ രാധ അവളെ തിരിച്ചു വിളിച്ചു. "ബാനു, നീയൊന്നവിടെ നിന്നേ, നിന്നോടൊരു പ്രധാന കാര്യം പറയാനുണ്ട്." "ഏതായാലും ഈ വഴി വന്നത് നന്നായി." "എന്തെന്നറിയാൻ?" ബാനുവിന് ജിജ്ഞാസ തോന്നി. "മോളുടെ അച്ഛൻ പറഞ്ഞിരുന്നോ നിന്നോടൊരു ആപ്ലിക്കേഷൻ തയ്യാറാക്കി ബാങ്കിൽ വരെ ചെല്ലാൻ? കുറച്ചു ദിവസത്തേക്കൊരു ഒഴിവുണ്ടത്രേ. വൈകുന്നേരം നിന്റെ അമ്മയോട് പറഞ്ഞയക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ." മുറ്റത്തേക്ക് ഇറങ്ങിനിന്ന് അല്പം ശബ്ദം താഴ്ത്തി രാധ പറഞ്ഞു. ഒരു നിമിഷം. തന്റെ ജോലിക്കാര്യം കേട്ടപ്പോൾ ബാനുവിന്റെ മിഴികൾ വികസിച്ചു. അപ്രതീക്ഷിതമായി സന്തോഷവാർത്ത അവളെ പുളകം കൊള്ളിച്ചു. "ബാങ്കിൽ തനിക്കൊരു ജോലി കിട്ടുകയോ? എന്റെ ഗുരുവായൂരപ്പാ!" അവൾ നിമിഷങ്ങളോളം നിർവൃതിയിൽ ലയിച്ചു നിന്നു. ഇതുവരെ ഒരു ആപ്ലിക്കേഷൻ പോലും എഴുതിയിട്ടില്ല. എങ്ങനെ എഴുതണമെന്നും അവൾക്കറിയില്ല. സങ്കോചം പുറത്ത് കാണിക്കാതിരിക്കാൻ അവൾ ശ്രമിച്ചു. ഒരു ആപ്ലിക്കേഷൻ പോലും എഴുതാൻ അറിയാത്തവൾക്കാണോ ജോലി വേണ്ടത് എന്ന് രാധകൊച്ചമ്മ വിചാരിക്കില്ലേ? പക്ഷേ മറ്റെന്തു ചെയ്യാനാണ്? ഇപ്പോൾ ആരോട് ചോദിക്കാനാണ്? ഇപ്പോൾ കൊച്ചുമുതലാളിയെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു വാക്ക് ചോദിക്കാമായിരുന്നു. തീർച്ചയായും അദ്ദേഹം തന്നെ സഹായിക്കുമായിരുന്നു. വലിയ കോളേജ് വിദ്യാർത്ഥിയല്ലേ, അറിയാതിരിക്കില്ല. അല്പനേരത്തെ പരുങ്ങലിനു ശേഷം അവൾ രാധകൊച്ചമ്മയോട് തന്നെ അതിനെപ്പറ്റി ചോദിക്കാൻ തയ്യാറായി. "അതിനെപ്പറ്റിയൊന്നും നീ വിഷമിക്കണ്ട. മോളുടെ അച്ഛൻ അത് എഴുതിക്കോളും. നീ രാവിലെ നിന്റെ അച്ഛനെയും കൂട്ടി അദ്ദേഹം ബാങ്കിൽ പോകാറാവുമ്പോഴേക്കും ഇങ്ങോട്ട് വാ. നിന്റെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ മറക്കരുത് കേട്ടോ." അവൾക്ക് നന്ദി പറയുവാൻ വാക്കുകളില്ലായിരുന്നു. നിർനിമേഷയായി അവരെ നോക്കി നിൽക്കുമ്പോൾ രാധകൊച്ചമ്മ തുടർന്നു. "പിന്നീടൊരു കാര്യം. ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല സാരിയുടുത്ത് വേണം ബാങ്കിൽ ഇന്റർവ്യൂവിന് പോകാൻ. ഈ പാവാടയും ഹാഫ് സാരിയും ഇട്ടൊന്നും ബാങ്കിൽ പോകരുത്. മനസ്സിലായോ?" ആ പ്രശ്നം അവളും ഓർക്കാതിരുന്നില്ല. ഇതുവരെ ഒരു സാരി വാങ്ങാൻ സാധിച്ചിട്ടില്ല. കൊച്ചമ്മയോട് തന്നെ ഒരു പഴയ സാരി ചോദിച്ചു വാങ്ങണമെന്ന് അമ്മ പലപ്പോഴും പറയാറുണ്ട്. എന്തുകൊണ്ടോ ഇതുവരെ ചോദിച്ചിട്ടില്ല. സാരിയുടുത്ത് എങ്ങും പോകേണ്ടതായ ഒരാവശ്യം ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. എങ്ങനെയാണ് രാധ കൊച്ചമ്മയോട് അതിനെപ്പറ്റി പറയുക? തങ്കത്തിന്റെ വീട്ടിൽ പോകുമ്പോൾ ഇന്ന് തന്നെ ഒരെണ്ണം കടം വാങ്ങി വരണമെന്ന് അവൾ വിചാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ രാധ തന്നെ ആ പ്രശ്നവും എടുത്തിട്ടു. "നിനക്കൊടുക്കാൻ സാരിയുണ്ടോടി പെണ്ണേ?" മടിച്ചിട്ടാണെങ്കിലും നിഷേധാർത്ഥത്തിൽ അവൾ തലയാട്ടി. ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുന്ന കൊച്ചമ്മയെ നോക്കി അവൾ നിന്നു. ഏതാനും നിമിഷങ്ങൾക്കകം നീല കളറിലുള്ള ഒരു പഴയ സാരിയും അതനുസരിച്ച് യോജിച്ച ബ്ലൗസുമായി രാധ ഇറങ്ങി വന്നു. "ഇത് ഉടുത്തിട്ട് വേണം നാളെ നീ ബാങ്കിൽ പോകാൻ." അത് സ്വീകരിച്ച് നന്ദി പറയാൻ വാക്കുകളില്ലാതെ എല്ലാം നാണം കലർന്ന ഒരു പുഞ്ചിരിയിൽ ഒതുക്കി ബാനു അവിടെ നിന്നും ഇറങ്ങി. തങ്കത്തിന്റെ വീട്ടിലേക്കുള്ള യാത്ര പിന്നീടൊരിക്കലാകാമെന്ന് കരുതി നേരെ വീട്ടിലേക്ക് നടന്നു. എന്നും രണ്ടു നേരവും ആരാധിക്കുന്ന ഗുരുവായൂരപ്പന്റെ പൊട്ടിയ ഫോട്ടോയിനു മുമ്പിൽ പോയിരുന്ന് മതിവരുവോളം നന്ദി പറയുവാൻ തോന്നി. എങ്ങനെയെങ്കിലും ഈ ജോലി കിട്ടണേ എന്നവൾ മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നപ്പോൾ വീട്ടിലെത്തിയത് അറിഞ്ഞില്ല. രാധക്കൊച്ചമ്മ നൽകിയ സാരിയും ബ്ലൗസും അണിഞ്ഞ് കുറെ നേരം ബാനു പൊട്ടിയ ചതുരക്കണ്ണാടിയിൽ സ്വന്തം പ്രതിച്ഛായ നോക്കി നിന്നു. സാരിയുടുത്തപ്പോൾ തനിക്കൊരു ഭംഗിയാണ്. തനിക്കെന്തു ഭംഗിയാണ്! ആദ്യമായാണ് നല്ലൊരു സാരി ഉടുക്കുന്നത്. എന്നാലും ഒരുവിധം ഭംഗിയായി ഉടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അവൾ അഭിമാനത്തോടെ ഓർത്തു. ബ്ലൗസിന്റെ കയ്യിന് അല്പം വലിപ്പം തോന്നിയിരുന്നത് അവൾ സൂചിയും നൂലുമെടുത്ത് തുന്നി ശരിപ്പെടുത്തി. നാണി അന്ന് പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചാണ് ജോലിക്ക് പോയത്. അതനുസരിച്ച് ബാനു പരദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അച്ഛനോടൊപ്പം വീട്ടിൽ നിന്നിറങ്ങി. പ്രഭാത സൂര്യകിരണങ്ങൾ അവളുടെ ഇളംമേനിയെ തഴുകി. മുട്ടറ്റം നീണ്ടുകിടക്കുന്ന ചുരുണ്ട മുടി ഭംഗിയായി പിന്നിട്ടു. അതിൽ ശ്രദ്ധയോടെ തീവച്ചിരുന്ന തുളസിക്കതിർ അവളുടെ നർത്തത്തിനൊത്തു ഇളകിയാടി. സാരിയുടുത്ത് ആദ്യമായി പുറത്തേക്കിറങ്ങിയപ്പോൾ വല്ലാത്ത നാണം തോന്നി. തിരക്കിട്ട് നടക്കുന്ന അച്ഛന്റെ കൂടെ വെളിഞ്ഞു നടക്കുമ്പോൾ അവൾ ഓർത്തു, തനിക്കൊരു ജോലി കിട്ടിയാൽ അമ്മയ്ക്ക് എത്ര സഹായകമാകും. അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുവിരിയുവാൻ തുടങ്ങി. എതിരെ വരുന്ന വായാടിപ്പാറു അവരുടെ അടുത്തെത്തിയപ്പോൾ വിസ്മയത്തോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി. "അല്ല, ഇതാരാ? ബാനു സാരി ഉടുക്കാനും തുടങ്ങിയോ? എവിടേക്കാ രാവിലെ അച്ഛനും മകളും കൂടി?"
ഭാനുവിന്റെ ദേഹത്തു നിന്നും കണ്ണെടുക്കാതെ അവൾ ചോദിച്ചു. ഇനിയും പലതും ചോദിക്കാനുണ്ടെന്ന ഭാവത്തിൽ അവിടെ തന്നെ നിൽപ്പായി. അത് മനസ്സിലാക്കിയ രാമൻ വേഗത്തിൽ അവിടെ നിന്നും മാറാൻ ശ്രമിച്ചു. നിൽക്കാൻ സമയമില്ലെന്ന് ഭാനുവിന്റെ മുഖവും പ്രകടമാക്കി. ഭാനുവിന് ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്, അത് നോക്കാൻ പോകുകയാണ്. തിരക്കിട്ട് നടക്കുന്നതിനിടയിൽ രാമൻ വിളിച്ചു പറഞ്ഞു. ഭാനുവിന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. വായാടിപ്പാറു ഈ വിവരം നാട് മുഴുവൻ പാട്ടാക്കും. ഒരു 10 പേരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പാറുവിന് ഉറക്കം വരില്ല. അത് കണ്ടതും കേട്ടതും മാത്രമല്ല, പാറുവിന്റെ വക കുറെ ചേർത്ത് വിശേഷമേ മറ്റൊരു ചെവിയിൽ എത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വായാടിപ്പാറു എന്ന ബഹുമതി നാട്ടുകാർ നൽകിയത്. ജോലി കിട്ടിയെങ്കിൽ ഭാഗ്യമായി, അല്ലെങ്കിൽ എന്തെല്ലാം കേൾക്കേണ്ടി വരുമെന്നാവോ. അവരെയും പ്രതീക്ഷിച്ച് ദാമോദരൻ നായർ ഗേറ്റിൽ തന്നെ തയ്യാറായി നിന്നിരുന്നു. ചെറിയ വെള്ളപ്പുള്ളികളുള്ള നീലസാരിയിൽ ഭാനു കൂടുതൽ മനോഹരിയായിരിക്കുന്നുവെന്ന് രാധയ്ക്കും തോന്നി. അല്പം അകലെ മാറി നിന്നുകൊണ്ട് നാണിയും അഭിമാനത്തോടെ മകളെ നോക്കി. അമ്മയുടെ കണ്ണിൽ നിന്നും അടർന്നു വീണ സന്തോഷാശ്രുക്കൾ തുടച്ചു മാറ്റുന്നത് നോക്കി നിന്നപ്പോൾ ഭാനുവിന്റെ കണ്ണുകളും നിറഞ്ഞു. ദൈവമേ, ഈ ജോലി എനിക്ക് കിട്ടണേ, അവൾ നടക്കുന്നതിനിടയിൽ മനമുരുകി പ്രാർത്ഥിച്ചു. ബസ്സിനെ ലക്ഷ്യമാക്കി നടക്കുന്നതിനിടയിൽ ദാമോദരൻ നായർ എന്തെല്ലാമോ പറഞ്ഞുകൊണ്ടിരുന്നു. അധികവും ഇന്റർവ്യൂവിനെ സംബന്ധിച്ചായിരുന്നു. എന്തെല്ലാമായിരിക്കും ചോദിക്കുന്നതെന്നും എങ്ങനെയാണ് മറുപടി നൽകേണ്ടതെന്നും മറ്റും അവൾക്ക് പറഞ്ഞുകൊടുത്തു. പച്ച പെയിന്റ് അടിച്ച ഒരു വലിയ കെട്ടിടത്തിന്റെ മുന്നിൽ ബസ് നിർത്തിയപ്പോൾ ദാമോദരൻ നായർ രാമനെയും ഭാനുവിനെയും വിളിച്ച് ഇറങ്ങേണ്ട സ്ഥലമായി എന്നറിയിച്ചു. ഗേറ്റ് കടന്ന് അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കാണുന്നത് ഒരു ട്യൂട്ടോറിയലാണ്. വലത്തുവശത്ത് ഒരു ഫാർമസിയും, ഇതിന്റെ മേലെയാണ് ഞങ്ങളുടെ ബാങ്ക്. ഗോവണി കയറി വരാന്തയിലെത്തിയപ്പോൾ ദാമോദരൻ നായർ അവരെ അവിടെ വരാന്തയിൽ തന്നെ നിർത്തി. തലേന്ന് രാത്രി എഴുതി ശരിയാക്കി വെച്ചിരുന്ന ആപ്ലിക്കേഷൻ ഭാനുവിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു ദാമോദരൻ നായർ മാനേജറുടെ റൂമിലേക്ക് പോയി. അല്പം കഴിഞ്ഞ് തിരിച്ചു വന്നു. അവരെയും കൂട്ടിക്കൊണ്ടുപോയി. മാനേജറുടെ ചോദ്യങ്ങൾക്കെല്ലാം ഭാനു വ്യക്തമായ മറുപടി നൽകി. ടെമ്പററി വേക്കൻസിയാണെന്നും ഇന്നു തന്നെ ജോലിയിൽ പ്രവേശിക്കാമെന്നും പറഞ്ഞപ്പോൾ ഭാനുവിന്റെ ഹൃദയം സന്തോഷത്താൽ തുള്ളിച്ചാടി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ലേഡി ടൈപ്പിസ്റ്റ് രാജമ്മ അപ്പോയിന്റ്മെന്റ് ഓർഡർ അടിച്ച് അവളുടെ ഒപ്പും വാങ്ങി ഒരു പുഞ്ചിരിയോടെ ഭാനുവിനെ ഏൽപ്പിച്ചു. വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ ആഹ്ലാദം തിരതല്ലുകയായിരുന്നു. കുട്ടികൾ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. ഏതോ ദൂരയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ ചേച്ചിയെ സ്വീകരിക്കുന്ന ആവേശമായിരുന്നു ആ സഹോദരങ്ങൾക്കിടയിൽ. വിശ്വസിക്കാനാകാതെ നാനി ആ രംഗം നോക്കി നിൽക്കുകയായിരുന്നു. ഗുരുവായൂരപ്പൻ വിചാരിച്ച സാധിക്കാത്തതൊന്നുമില്ല കുട്ടികളെ പിടിച്ചു മാറ്റിക്കൊണ്ട് നാണി പറഞ്ഞു. സഹോദര സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഇടയിൽ കിടന്ന് വീർപ്പ് മുട്ടുമ്പോൾ ഭാനുവിന്റെ കവിളിലൂടെ ഒഴുകിയിരുന്ന ആനന്ദധാര മറ്റാരും കാണാതെ അവൾ തുടച്ചു മാറ്റി. അന്നവർക്ക് ഒരു ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു. നാണി കടം വാങ്ങിക്കൊണ്ടുവന്നിരുന്ന അരി കൊണ്ട് എല്ലാവർക്കും വയറു നിറയെ ചോറ് വിളമ്പി. കുഞ്ഞാലിയുടെ കടയിൽ നിന്നും വാങ്ങിയ ഉണക്കമീനായിരുന്നു അന്നത്തെ വിശേഷ വിഭവം. എന്നും തന്റെ സഹോദരങ്ങൾക്ക് ഇതുപോലെ വയറു നിറച്ച് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഭാനുവിന്റെ ഹൃദയം തേങ്ങി. തനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് എന്തെല്ലാം ചെയ്യണമെന്ന് അവൾ കണക്ക് കൂട്ടി തുടങ്ങി. ഒന്ന് മാറിയെടുക്കാൻ മറ്റൊരു സാരിയില്ല. തൽക്കാലം തങ്കത്തിന്റെ വീട്ടിൽ പോയി ഒരു സാരി കടം വാങ്ങണം. മാസം 1 തികഞ്ഞാലല്ലേ ശമ്പളം കിട്ടുകയുള്ളൂ. ഇത്രകാലം ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഉൾപ്പെടുത്തം കഴിഞ്ഞപ്പോൾ ഹാഫ് സാരിയിലേക്ക് മാറി. അമ്മയുടെ പഴയ സാരിയാണ് അതിന് ഉപയോഗിച്ചിരുന്നത്. ഒരു സാരി വാങ്ങണമെന്ന് കുറെ കാലമായി വിചാരിക്കുന്നതാണ്. പക്ഷേ അമ്മയുടെ തിരക്ക് കാണുമ്പോൾ അത് പറയുവാനുള്ള ധൈര്യമില്ല. അമ്മയ്ക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ആവാം എന്ന് കരുതി ഇതുവരെ വാങ്ങിയിട്ടില്ലെന്ന് മാത്രം. അന്ന് വളരെ വൈകിയാണ് രാമൻ വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തിയത്. നാനിയുടെ മനസ്സിൽ തീയായിരുന്നു. എവിടെയെങ്കിലും കുടിച്ച് ബോധമില്ലാതെ കിടക്കുകയാണോ എന്നായിരുന്നു ഭയം. വന്നപാടെ രാമൻ ഒരു പാക്കറ്റ് നാനിയെ ഏൽപ്പിച്ചു. ഇത് ഭാനുവിന് കൊടുക്ക്. 2 സാരിയും ബ്ലൗസിന്റെ തുണിയും ഇതിലുണ്ട്. തങ്കച്ചൻ മുതലാളിയുടെ വീട്ടിൽ നിന്നും കടം വാങ്ങിയതാണ്. അവൾക്ക് ജോലി കുട്ടി ഉടുക്കുവാൻ
ഉം, വേറെ ഒന്നുമില്ലല്ലോ. നാണി അത്ഭുതത്തോടെ ഭർത്താവിനെ നോക്കി. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഭർത്താവ് കുട്ടികൾക്ക് തുണി വാങ്ങിക്കൊണ്ടുവരുന്നത്. അവരുടെ തുണി കീറുമ്പോഴൊക്കെ രാധകൊച്ചമ്മയിൽ നിന്ന് നേരത്തെ ശമ്പളം അഡ്വാൻസ് വാങ്ങിയിട്ടാണ് മറ്റൊരെണ്ണം തയ്പ്പിച്ചു കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ശമ്പളത്തിൽ കാര്യമായ മിച്ചമൊന്നും ഉണ്ടാകാറില്ല. വിശ്വസിക്കാനാവാതെ നാണി മിഴിച്ചു നിൽക്കുമ്പോൾ അവരുടെ സൂക്ഷിച്ച കൈകളിലിരുന്ന് ആ പൊതി വിറച്ചു. അടുക്കളയിൽ നിന്നിരുന്ന ഭാനു എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും എപ്പോഴും എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനിൽ ഒരു യഥാർത്ഥ പിതൃഹൃദയം ഒളിഞ്ഞുകിടപ്പുണ്ടായിരുന്നുവോ എന്ന ചിന്ത അവളെ പുളകം കൊള്ളിച്ചു.